अच्छा चलता हूँ दुआओं में याद रखना मेरे जिक्र का जुबां पे स्वाद रखना अच्छा चलता हूँ दुआओं में याद रखना मेरे जिक्र का जुबां पे स्वाद रखना दिल के संदूकों में मेरे अच्छे काम रखना चिट्ठी तारों में भी मेरा तू सलाम रखना अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया ओ पिया കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിന്റെ പുതിയ എപ്പിസോഡ് നമ്മളുടെ ഇവിടെ തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കിടു ടീം അവരെ മറന്നിട്ടില്ലല്ലോ അല്ലെ? അവർ തന്നെയാണ് ഇന്നും ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കുറേ വിശേഷങ്ങൾ അവർക്ക് പങ്കുവെക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കൂടെ ഡാൻസും പാട്ടും ഒക്കെ ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. അപ്പൊ എന്തായാലും സ്നേഹത്തോടെയും ഐശ്വര്യത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെ അവർ സ്വാഗതം ചെയ്യാം. അൽതാഫ്, ലിയോണ ആൻഡ് അനഘ. അണ്ണാ കുഞ്ഞിനും തന്നാലായതെന്ന് പറയുന്നത് അൽത്താഫിന് പറ്റുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതൊക്കെ കളിച്ച് അൽത്താഫ് ഇങ്ങനെ മിണ്ടാതിരിക്കുക. അണ്ണാ കുഞ്ഞിനെ വിളിക്കുന്ന ഇഷ്ടമല്ല? വീട്ടിലെന്താ വിളിക്കുന്നത്? അൽത്താഫ് മാത്രമേ വിളിക്കൂ? അല്ലു, മോനു എന്നൊന്നും വിളിക്കാറില്ല? അമ്മ ഉമ്മച്ചി എന്താ വിളിക്കാം? മോനു എന്ന് വിളിക്കോ? അത് എടാ അൽത്താഫേ വിളിക്കോ? അതെപ്പോഴും വിളിക്കും. ലിയോണ, അപ്പൊ സെക്കൻഡ് എപ്പിസോഡിൽ നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? കട്ടുറുമ്പിനെ കുറിച്ചിട്ടും ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് പറയാം, നിങ്ങളുടെ മൂവിയെ കുറിച്ചിട്ട് പറയാം, എല്ലാം പറഞ്ഞോളൂ. കട്ടുറുമ്പിൽ വരുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് റിഫ്രഷിങ്. കുട്ടികളെ കാണുമ്പോൾ അവരുടെ തമാശകൾ കേൾക്കുമ്പോൾ ഇന്നസെൻ്റ്ലി ഭയങ്കര ലവിങ് ആയിട്ടുള്ള കുറേ മെമ്മറീസ് നമുക്ക് ഇവിടുന്ന് അറിയാതെ കിട്ടും. അതെ അതെ, അത് ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ്. സന്തോഷമാണ്. അതെ അതെ, ആ ഒരു സന്തോഷം ഞങ്ങൾ ഇന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നു. അത് കാരണം ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു സീ കിഡ്സ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഒരു സദ്യ തന്നെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അനഘ പറയൂ, അനഘയുടെ ഈ ഫിലിമിന്റെ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഷോസിൽ ഇത് ആദ്യത്തെ പ്രാവശ്യമാണോ? ഇങ്ങനത്തെ ഷോസിൽ ആദ്യമായിട്ടാണ്. അപ്പൊ എന്താ പറയാനുള്ളത് കട്ടുറുമ്പിനെ കുറിച്ചിട്ട്? കട്ടുറുമ്പ് അടിപൊളി സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. അടിപൊളി സൂപ്പർ പച്ചയില്ല, വേറെ എന്തെങ്കിലും പറയും. വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും പറയാം. ഇംഗ്ലീഷ് എന്തെങ്കിലും പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഹിന്ദി ആയിക്കോട്ടെ. അല്ല, എൻജോയിങ് മാത്രല്ല, സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കൊച്ചുങ്ങളുടെ അടുത്ത് നിന്ന് അഭിനയം പഠിക്കാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം അത്ര നന്നായിട്ടാണ് അവർ ചെയ്യണത്. സോ അതൊക്കെ കണ്ട് പഠിക്കാന്ന് വിചാരിച്ചു വന്നതാ. കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതാ. പഠിച്ചോട്ടെ അല്ലേ? പഠിച്ചോട്ടെ, കുട്ടികളല്ലേ, പഠിക്കട്ടെ. അനൊക്കെ ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ BHMS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അതെയോ? ആഹാ. എന്നിട്ട് ഇവിടെ മംഗലാപുരത്ത്. ഓ ശരി ശരി. പിന്നെ കിടുവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയൂ. കിടുവിനെ പറ്റിയിട്ട് ഇപ്പോൾ 2 സോങ് റിലീസായിട്ടുണ്ട് നമ്മുടെ. സോ കാണാത്തവരൊക്കെ പോയി കാണണം, യൂട്യൂബിൽ കാണണം. ഒരു സോങ് ട്രെൻഡിങ്ങിലായിരുന്നു. ശരി, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ കുറെ നല്ല പെർഫോമൻസുകൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റെഡി അല്ലേ കാണാനും പെർഫോം ചെയ്യാനൊക്കെ? ഓക്കെ, അപ്പോൾ ദാ സീറ്റ് അവിടെ റെഡിയാണ്, അവിടെ പോയിരുന്നോളൂ. താങ്ക് യു സോ മച്ച്. കട്ടുറുമ്പിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു ഡബ് സ്മാഷ് ആണ്. അതായത് വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കളി വീട് എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ജയറാമേട്ടനും മഞ്ജു ചേച്ചിയൊക്കെ അഭിനയിച്ച മൂവിയാണ്. ഈ മൂവിയിൽ ഒരു സീൻ, അതായത് ഇപ്പം ലിയോണ കല്യാണം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുക്കള ഭരണം ഏറ്റെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ?
എന്തൊക്കെ എന്തൊക്കെ എടുക്കൊന്നുമില്ല. എന്തൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കും ഭർത്താവിന്? എനിക്ക് അറിയാവുന്ന അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. സാമ്പാറ്, മീൻകറി, ചിക്കൻ കറി? ഓ സാമ്പാർ വേണ്ട. എനിക്ക് വേണ്ട. അറിയില്ല സാമ്പാർ. പപ്പടം മാത്രമേ കാച്ചുള്ളൂ? ഇല്ല, ചിക്കൻ കറി അറിയാം, ചിക്കൻ കറി അറിയാം, അറിയാം. മീൻ കറി അറിയാം, മീൻ പൊരിക്കാൻ അറിയാം. കഴിക്കാൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. തോരൻ ഉണ്ടാക്കാൻ അറിയോ? അറിയാം. മീൻ കറി, ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അങ്ങനത്തെ തോരനെല്ലാം പറ്റും. തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ. അപ്പൊ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചാൽ സമാധാനമായിട്ടുള്ള ഒരു കുടുംബം നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഉപ്പിന്റെ കാര്യം അത് അളവൊന്നും എനിക്ക് ശരിയല്ല. ആഹാ, അയ്യോ, ഇടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് പോകും. ഉപ്പൊക്കെ വാരി പക്ഷെ ഞാൻ കഴിക്കും. അത് പിന്നെ ഞാൻ കഴിക്കും. അത് കാരണം എന്റെ കെട്ടിയോനും കഴിക്കണം, കഴിച്ചേ പറ്റും. ഓക്കെ. പിന്നെ അൽത്താഫിന്റെ വീട്ടില് ഉമ്മ ബെസ്റ്റ് കുക്കാണോ? ബെസ്റ്റ് കുക്ക. എന്താ ഉണ്ടാക്കുക ഉമ്മ അടിപൊളിയായിട്ട്? ചിക്കന്റെ കുറെ ടൈപ്പ് ടൈപ്പിൽ ഉണ്ടാക്കും. പിന്നെ പത്തിരി എല്ലാം ഉണ്ടാക്കും, കുറെ ഉണ്ടാക്കും. അനക്കോ? എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ അമ്മനെ സഹായിക്കും. അമ്മ നല്ല കുക്കാണ്. അത് മതി, അമ്മനെ സഹായിച്ചാൽ മതി. അമ്മനെ സഹായിക്കുന്ന നല്ലൊരു മോളാണ്. എല്ലാം കഴിച്ച് നല്ല പാവ മോളായിട്ട് സഹായിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ കളിവീടിലെ ഏത് സീനായിരിക്കും ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന്? അതായത് ഇങ്ങനെ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ ഇഷ്ടമില്ല, അതിന് നമുക്കൊരു വേലക്കാരി വെക്കണം, അങ്ങനെയൊക്കെ. ആ സീനാണ് നമ്മുടെ ലക്ഷ്മിയും കാശിയും കൂടി ഇവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് കാണാം അല്ലേ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നല്ലൊരു സീൻ കണ്ടിട്ട് തിരിച്ചു വരാം. സമയം എത്രയെന്ന വിചാരം? ഉറങ്ങണ്ടേ? ഇതൊന്ന് കഴിഞ്ഞോട്ടെ ചേട്ടാ. പത്മസുബ്രഹ്മണ്യത്തിന്റെ പെർഫോമൻസാ. എന്റെ പ്രിയതമ നല്ല അസലായിട്ട് നൃത്തം ചെയ്യുമ്പോ ഞാൻ ഈ തീപ്പെട്ടിക്കൂട്ടിലെ ഡാൻസിന് വേണ്ടി എന്തിനാ ഉറക്കൊഴിക്കുന്നത്? ഞാൻ എന്നും അസലായിട്ട് നൃത്തം വെക്കണമെങ്കിലേ ഇതൊക്കെ കണ്ടേ പറ്റൂ. ഓ, ഇതിന് വലിയ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഭാര്യക്ക് നന്നായിട്ട് നൃത്തം അറിയാം. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ആടിക്കണ്ട് ആസ്വദിക്കാൻ ഭർത്താവിനും കഴിയുക. അതിന് പഠിച്ചൊക്കെ തന്നെ ധാരാളം മതിയെന്ന്. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാണ് വൈദ്യുതി ബോർഡിന്റെ പരസ്യം തന്നെ. വരാൻ പോകുന്നത് ഇരുണ്ട നാളുകളാണ്. വാടിക്കുട്ടി ഉറങ്ങാൻ പാ. എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്? അമൂല്യമാണ് വൈദ്യുതി, പാഴാക്കരുത്. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. കണ്ണ് കാണാൻ മതി വെളിച്ചം, കാത് കേൾക്കാനേ വെളിച്ചം നിർബന്ധമില്ല. ഓ, അച്ഛൻ പറഞ്ഞ എത്ര ശരിയാ. ചുണ്ടി മൂക്കത്ത് മാത്രമല്ല ബുദ്ധിക്കും ഉണ്ട് ചുണ്ടി. കണക്കായി പോയി. അതെ, ഈ അടിയും മൂണും വിരുന്നും ഒക്കെ മൃദുവിന് ബോറായി തുടങ്ങിയില്ലേ? ഏയ്, നല്ല രസല്ലേ. ഒന്നും അറിയണ്ട, നമ്മള് ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളുടെയും വീട്ടിലങ്ങോട്ട് കേറി ചെല്ലേണ്ട താമസം. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എന്തൊക്കെയാ വേണ്ടേ? ഇതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. നമുക്ക് കുറച്ചു കാലം കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാന്നേ. എനിക്ക് ശരിക്കും മടുത്തു ഈ നാണം കെട്ട ഏർപ്പാടിന്. ഞാനില്ല. നാളെ മുതലെങ്കിലും നമ്മുടെ അടുപ്പിൽ തീ പോകുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. പാത്രങ്ങളോ സാധനങ്ങളോ വല്ലതും പോരാത്തുണ്ടെങ്കിൽ പറ, നമുക്ക് നാളെ തന്നെ വാങ്ങാം. അതൊക്കെ ജോലിക്കാരി വന്നിട്ട് മതിന്നേ. ജോലിക്കാരി? ആ, ഞാൻ അച്ഛനോട് പറഞ്ഞയച്ചിട്ടുണ്ട്, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ. ഇവിടെ ഒരു ജോലിക്കാരിയെ നിർത്തുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ചേട്ടനൊന്നും ഫാസ്റ്റ് ഫുഡ് മതിയെങ്കിൽ വേണമെന്നില്ല. എനിക്ക് ഈ അടുക്കളയിലെ ഏർപ്പാടൊന്നും അറിയത്തില്ല. 8 വയസ്സിൽ അമ്മ മരിച്ചേ പിന്നെ ഹോസ്റ്റലിലും ബോർഡിങ്ങിലും അല്ലായിരുന്നോ ജീവിതം. അവിടെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചേരാൻ? ഇതിലെന്തോന്ന് ഇത്ര പഠിക്കാൻ? ആർക്കും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അരി കഴുകി കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചോറ് റെഡി. പിന്നെ മെഴുക്ക് വരട്ടി, തോരൻ, സാമ്പാർ, ഓംലെറ്റ്, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? മീൻകറിയുടെ കൂട്ട് അല്പം പ്രയാസമാണെങ്കിലും ഫ്രൈ ഈസിയാ. ആദ്യമൊക്കെ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞെന്നിരിക്കും, ഒരാഴ്ച കൊണ്ട് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. 100-400 കൊടുത്താ നല്ല കൈപ്പുണ്യുള്ള അടുക്കളക്കാരികൾ കിട്ടുമ്പോ നമ്മളെന്തിനാ വെറുതെ രുചിയില്ലാത്ത ഫുഡ് കഴിക്കുന്നേ? മാത്രമല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ പാഴാക്കാനുള്ളതാണോ? ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ 2 പുസ്തകങ്ങളും വായിക്കാം. ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കാൻ ഞാൻ. ഒരു 10 കുട്ടികളെ കിട്ടിയാ മാസം ഒരു 2000 രൂപയെങ്കിലും കിട്ടില്ലേ? ഇക്കാലത്ത് ഭാര്യ കൂടി അധ്വാനിച്ചാലേ സ്റ്റൈലായിട്ട് ജീവിക്കാൻ പറ്റൂ. അതിനൊന്നും ഞാൻ എതിരല്ല. സ്ത്രീകളുടെ കഴിവുകൾ വീടിനുള്ളിൽ തളച്ചിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെങ്കിൽ വല്ലവരുടെയൊക്കെ സഹായം വേണമെന്ന് പറയുന്നത് ഇത്ര കഷ്ടം തന്നെയാ. ചേട്ടൻ പറയുന്നേട്ടാ തോന്നും ആഹാരം കഴിക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നതെന്ന്. പിന്നെ എന്ത് കോപ്പിനടി. എന്നാ പിന്നെ നാളെ മുതൽ ആഹാരം കഴിക്കണ്ടെന്ന് വെക്കാം. നിന്റെ അച്ഛനെ പോലെ നിരാഹാരം ഇരിക്കാം. അയ്യോ, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. ഫാസ്റ്റ് ഫുഡിന് എന്താ ടേസ്റ്റ് ഇല്ലേ? ഭാര്യയുടെ കൈ കൊണ്ട് വെച്ച് വിളമ്പണമെന്നൊക്കെ വാശി പിടിക്കാൻ ഇത് പഴയ കാലൊന്നും അല്ല. മതി മതി, ഒരു ജോലിക്കാരിയെ ചൊല്ലി നമ്മുടെ ഈ രാത്രി നശിപ്പിക്കണ്ട. അച്ഛൻ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്, കൊണ്ടുവരട്ടെ. അതേ, പിന്നൊരു കാര്യം, എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അച്ഛൻ മിലിറ്ററിയിൽ മേജർ ആയിരുന്നുകൊണ്ട് പട്ടാള ചിട്ടയിൽ എന്നെ വളർത്തിയത്. ഞാൻ പഠിച്ച ഊട്ടി സ്കൂളിലും ഡിസിപ്ലിൻ മസ്റ്റ് ആയിരുന്നു. അതൊക്കെ ജീവിതത്തിലും ആവശ്യമാണെന്നുള്ള എന്റെ വിശ്വാസം. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഹോ, ദൈവം കാത്തു. പിന്നെ ഈ വീട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വരച്ചതാ. ഇതിലെ പെരുമാറ്റവും ജീവിതവും എന്റെ ഭാവനയ്ക്ക് ഒത്തുവന്നാലേ
ഈ വീടിനെ കുറിച്ചുള്ള എന്റെ സങ്കല്പം യാഥാർത്ഥ്യമാകൂ. ആ അതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. ഊട്ടിയിലൊന്നും അല്ലെങ്കിലും ഞാനൊരു കോമൺ പ്രോഡക്റ്റാ. ഡിസിപ്ലിൻ ഒക്കെ അവിടെ മസ്റ്റ് ആയിരുന്നു. പിന്നെ അച്ഛന്റെ കാര്യം, ഒരു പട്ടാളക്കാരനേക്കാൾ എന്തുകൊണ്ടും കൃത്യനിഷ്ഠയുള്ള ആളാ ഒരു ഗാന്ധിയൻ. അത് മറക്കണ്ട. ഓ, രോഷം കൊള്ളാൻ വേണ്ടി പറഞ്ഞതല്ല. ഉലകു പ്രസംഗിച്ച് നീ കേട്ടില്ലേ, നിന്റെ നൃത്ത ചൂടുകളുടെ താളവും സൗന്ദര്യവും ഈ വീടിന്റെ ചലനങ്ങളിൽ പോലും ഉണ്ടാവണമെന്ന്. അപ്പോ ഞാൻ ഇതിനകത്ത് നടക്കുന്നത് പോലും ഇങ്ങനെ ഡാൻസ് കളിച്ചോട്ട് വേണം അല്ലേ? അയ്യടാ, കാമഡി കാമഡി. സൂപ്പർ. ലക്ഷ്മി, ഈ അടുക്കള പണിയൊക്കെ ഇനി എന്നാ പഠിക്കുക കുട്ടി? ഇത്ര വലിയ 2-ലായില്ലേ? അടുക്കള പണിയൊക്കെ ചെയ്യാതെ വേണ്ടിയല്ലേ ഞാൻ ജോലിക്കാരി വിളിക്കുന്നത്. ജോലിക്കാരി കൊള്ളില്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? എന്നാലും എനിക്ക് പാടാ, വലിയ പാടാ മടിച്ച്. ആ കൊച്ചിന് ഭയങ്കര പാടാണ്. ആന്നേ. ഈ മടിച്ചിയെ കുറിച്ച് ലിയോണയ്ക്ക് എന്താണ് പറയാനുള്ളത്? മടിച്ചായ ഭാര്യയോ? പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാരും ഇങ്ങനെയല്ലേ? ആ, ലിയോണ അങ്ങനെ ആയതുകൊണ്ടാണ്. നീ അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെയല്ല. പറഞ്ഞ പോലെ ആദ്യം കല്യാണമൊക്കെ കഴിയുമ്പോ കുറച്ച് പാചകമൊക്കെ പിടിക്കാൻ ഈസി അല്ല. അല്ല, അവന് കാര്യം പിടികിട്ടി. ആ, പിന്നെന്താ ഈ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ജയറാമേട്ടനെ മഞ്ജു ചേച്ചിയെ കുറിച്ചിട്ട് പറയൂ 2 വാക്ക്. ശരിക്കും അവരുടെ ചില മാനറിസംസ് ഒക്കെ ഉള്ള പോലെ തോന്നി. അത് ഇനാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ തോന്നി. അത് എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവര് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഭയങ്കര ഇപ്പൊ ആ ഒരു സീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെ അവരത്ര സീരിയസ് ആയിട്ടാ ചെയ്യണേന്ന് തോന്നി. അതെ അതെ, ആ ഒരു സീരിയസ്നെസ് അവർക്കുള്ളതായിട്ട് തോന്നി. വെരി ഗുഡ്. ഇതുപോലൊരു വൈഫിനെ കല്യാണം കഴിച്ച ബുദ്ധിമുട്ടി പോവും. വേണ്ട, വീട്ടിൽ പറഞ്ഞിട്ട് അനിയത്തി ഉണ്ട് ഇതേപോലെ. ആ, അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഒരെണ്ണം കല്യാണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാ. ആണോ? പറ്റില്ല. ചേട്ടാ അതില് ഇനി ചേട്ടന് ഒരിക്കലും ലക്ഷ്മി പൊക്കണ്ടല്ലോ. വേണ്ട വേണ്ട. ചേട്ടാ അങ്ങനെ പറയരുത്. ഇപ്പൊ ഞാൻ ജോലി ചെയ്തില്ലെന്ന് വെച്ച് എന്നെ പൊക്കാതിരുന്ന പോലെ. ആ, അതെ അതെ, ജോലി എടുത്തില്ലെങ്കിൽ എന്നെ പൊക്കണം. അനഘ എന്തുണ്ടാക്കും വീട്ടില്? ഞാനോ? ആ, ഞാനങ്ങനെ എന്തായാലും ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് അമ്മ ഉണ്ടാക്കുന്നൊക്കെ അടിപൊളിയായിട്ട് കഴിക്കും. അതാണ് അനഘയുടെ ആകെയുള്ള ജോലി അല്ലേ? അതെ. എന്തായാലും ഈ ഭാര്യയും ഭർത്താവിന്റെയും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സീൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, താങ്ക് യു. കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി ഒരു സ്കിറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞ ഒരു കളർഫുൾ സ്കിറ്റാണ്. അതായത് കല്യാണ വീട്ടിലെ രാവിലെ മുതലുള്ള ബഹളങ്ങൾ, അവരെ ഒരുക്കണം ഇവരെ ഒരുക്കണം, ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ബഹളമായിരിക്കും ഒരു കല്യാണ വീട്ടില്. ആ കല്യാണ വീട്ടില് എന്തൊക്കെ സംഭവിക്കും എന്നാണ് സ്കിറ്റിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും കല്യാണത്തിൽ പോയിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ അൽത്താഫിന്? വിളിക്കാത്ത കല്യാണം പോയി ഉണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോയിട്ടുണ്ട്. ലിയോട് പോയിട്ടുണ്ട്. എപ്പോ? കോളേജിൽ പഠിക്കുമ്പോഴാ? ചെറുതായിരുന്നു അച്ഛന്റെ കൂടെ. അച്ഛനിതായിരുന്നല്ലേ? സത്യം. അത് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ എന്തോ പോയിട്ട് അച്ഛൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കല്യാണം ഉണ്ട്, അപ്പൊ നമുക്ക് കേറിയിട്ട് പോവാ. അതായത് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചെറുതായിരിക്കുമ്പോ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോ പരിചയമുള്ള ആരൊക്കെയോ ഉണ്ട്, തൃശ്ശൂരിനെ ആയതുകൊണ്ടാണ്. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കുറച്ചേരം ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു നമ്മളെ വിളിച്ച കല്യാണം ഇവിടെ. അച്ഛന് ഭയങ്കര സംശയം. പിന്നെ നോക്കിയപ്പോ പരിചയമില്ലാത്ത കുറെ പേര് വരുന്നു, സംസാരിക്കുന്നു. ലിഷോയേട്ടൻ ഈ കല്യാണം ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അച്ഛന് മനസ്സിലായി പണി പാളി എന്നുള്ളത്. അച്ഛൻ എന്താ ഇങ്ങനെ? എന്നിട്ട് ശരിക്കുള്ള കല്യാണത്തിന് പോയില്ല, വേറെ കല്യാണത്തിന് പോയി ഫുഡ് അടിച്ചിട്ട് പോന്നു. അനഘയ്ക്ക് എന്തെങ്കിലും കല്യാണത്തിൽ പോയിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? കല്യാണത്തില് ഉണ്ടോണ്ടിരിക്കുമ്പോ സാമ്പാറൊക്കെ മേത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടോ? ഒന്നും അബദ്ധം പറ്റില്ല. 4 വർഷമായിട്ട് നാട്ടിലില്ല, അപ്പൊ കല്യാണത്തിന് പോവാറേ ഇല്ല. ഒരു കല്യാണത്തിന് പോയിട്ടില്ല. വേണ്ട 28 ഹൗസ് വാമിങ് ഒന്നിനും പോവാറില്ല. എന്തായാലും കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു രസകരമായ കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ? തുടക്കം മാംഗല്യം തന്തുനാനേന. ഓക്കെ, റെഡി? വന്നൂല്ലേ? ഓ നമസ്കാരം. മനുഷ്യ, കല്യാണ ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ എന്തോ വായി നോക്കി നിൽക്കുവാ? അല്ല, ഞാൻ വിളിച്ച എല്ലാരും വന്നിട്ടുണ്ടോ നോക്കൂ അടി. അല്ല, ഇതാര് രാജശേഖരൻ തമ്പിയോ? കുടുംബസമേതം നേരത്തെ കാലത്ത് അങ്ങോട്ട് എത്തിയില്ലേ? നന്നായി. അവരൊക്കെ അവിടെ ഇരിക്കട്ടെ. അതല്ലടി, ഈ രാജശേഖരൻ തമ്പിയുടെ മോളുടെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കാ പോയത്. അതിനിപ്പോ എന്താന്നോ, ഇപ്പൊ നമ്മുടെ മോളുടെ കാര്യം വന്നപ്പോഴേ അവന്റെ 8 പേരെയും കൂട്ടി വന്നേക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ 8 പേര് വരുന്നതും
നിങ്ങൾ ഒരാള് പോകുന്നതും കണക്കാ. എടി നീ രാജശേഖരൻ തമ്പിയുടെ സൈഡാണോ അതോ എന്റെ സൈഡാണോ? രാജശേഖരൻ തമ്പിയുടെ സൈഡാ. എല്ലാം അവന്റെ കൂടെ ഇറങ്ങി പോടി. വേണ്ടി വന്നാ ഞാൻ ഇറങ്ങി പോകും. ആ എന്റെ പൊന്നളിയാ വിളിച്ചോണ്ട് പോവല്ലേ. മാഗി നൂഡിൽസ് കാണാൻ നല്ലതാ, പക്ഷെ ആക്കാൻ മൊത്തം വിഷമാ. ദേ മനുഷ്യ, നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കുന്നു കേക്കണ്ട. അല്ലല്ലോ നിങ്ങൾ അങ്ങനെ, എന്നെ ഒരു വിലയില്ല. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അല്ലാതെ നമ്മുടെ മോളുടെ കല്യാണത്തിന് എന്റെ സുഹൃത്ത് സുമലതയെ വിളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചോ? എടി അതിന് അവളെ വിളിക്കാൻ അവളുടെ വീട്ടിൽ പോകാൻ പറ്റൂല. അതെന്താ? അവളുടെ ഭർത്താവിന് ഒരുമാതിരി സംശയമാണ്. അതിന്റെ പേരിൽ എന്നും തല്ലു ഇടിയൊക്കെ അവിടെ. അയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആ സൈഡിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം എന്ത് ഭംഗിയുള്ള സാരികളാ ഉടുത്തിരിക്കുന്നേ. ആ അതൊക്കെ എന്റെ ബന്ധുക്കളാ. നിങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം നല്ല സാരി, ഈ എനിക്ക് എടുത്തു തരുന്നതെല്ലാം അറ്റം കീറിയതും ആരെങ്കിലും ഉടുത്തിട്ട് മടക്കി വെച്ചതും ഒക്കെ. അതിപ്പോ എന്റെ കുഴപ്പമാണോ? പിന്നെ എന്റെ കുഴപ്പമാണോ? ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സെലക്ഷൻ അറിയത്തില്ലെന്ന്. അത് തന്നെയാടി നിന്നെ കെട്ടിയപ്പോ നാട്ടുകാർ എന്നോട് പറഞ്ഞത്, എനിക്ക് സെലക്ഷനേ അറിയത്തില്ലെന്ന്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ, സമയമായി. ശാന്തി വന്നോ? ഓ, നിന്നെ കെട്ടിയത് പിന്നെ എനിക്ക് ശാന്തി കിട്ടിയിട്ടുണ്ടോടി? അതല്ല, കർമ്മങ്ങൾ ചെയ്യാനുള്ള ശാന്തി വന്നോന്ന്. ഓ അതോ, അങ്ങേര് വന്നില്ല, പക്ഷെ പേര് കേട്ട ആളാന്നാ പറയണേ. ആഹാ, കെട്ട പേരുള്ള ഒരുത്തനെയാണോ ഇവിടെ കർമ്മം ചെയ്യാൻ കൊണ്ടുവരുന്നത്? എന്റെ ലോക തോൽവി. കറുത്തെടുത്ത് ഇല്ലത്തെ അവസാനത്തെ കണ്ണിയാണത്രേ. പേരെന്താന്നറിയാമോ? ബാഹുബലി കേക്ക്. എന്താ ഈ കേക്ക്? അത് ഇനീഷ്യലാടി. കറുത്തെടുത്ത് ഗോകുലകം കേക്ക്. ഇങ്ങോട്ട് വന്നേ. എന്താടി? ഇതാണോ ബാഹുബലി കേക്ക്? ആ, പക്ഷെ കണ്ടിട്ട് ബാഹുബലിക്ക് വന്ന കാക്കേപ്പലുണ്ടല്ലോ. ഓ ഒന്ന് മിണ്ടാതിരി. മിണ്ടാതിരിയല്ല മനുഷ്യ, ഈ നമ്പൂതിരിയുടെ കാര്യ ഞാൻ പറഞ്ഞത്. ഓ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായടാ സിബ് ഒന്ന് അടച്ചു വെക്കാമോ? ഓ, ആരാ ഇത്? എന്റെ ഭാര്യയാണ് തിരുമേനി. ഉള്ളത് പറയാലോ. കൊള്ളാം, നല്ല ബെസ്റ്റ് ഫാമിലി. ശരി, നമുക്കിനി കർമ്മങ്ങൾ തുടങ്ങാം. ആദ്യം ദർഭപ്പുല്ലെടുക്കൂ. ഗർഭപ്പുല്ലടക്കാൻ അവള് ശകുന്തളയും ഞാൻ ദുഷ്യന്തനും ഒന്നും അല്ലല്ലോ തിരുമേനി. ഞാൻ പറഞ്ഞതനുസരിച്ചില്ല, കർമ്മം 8 നില പൊട്ടും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അയ്യോ, ഞാൻ അനുസരിച്ചോളാം തിരുമേനി. എങ്കിൽ ആ ദർഭപ്പുല്ലെടുത്ത് തന്റെ ഇടത്തെ മോതിരവിരലിടൂ. ഇട്ടു. ഇനി പിണ്ടം ഉരുട്ടുക. അല്ല തിരുമേനി, ഈ പിണ്ടെന്ന് പറഞ്ഞാൽ ഉരുണ്ട് തന്നെയല്ലേ ഇരിക്കണേ, പിന്നെയും നമ്മൾ ഉരുട്ടേണ്ട കാര്യമില്ലല്ലോ. അതേത് പിണ്ടം? ആനപ്പിണ്ടം. അതല്ല, ആ ചോറെടുത്ത് പിണ്ടമാക്കി ഉരുട്ടാൻ. ഊട്ടിയോ? അല്ല, ഉരുട്ടീന്ന്. ഇനി പൊറോട്ട ഇടുക. ഇതുകൊണ്ട് എങ്ങനെയാ തിരുമേനി പൊറോട്ട ചുടുന്നത്? അയ്യോ, പൊറോട്ട ചുടാനല്ല, പുറകോട്ട് ഇടാൻ. ഇട്ടു. ഇനി കൈയടിച്ച് കാക്കയെ വിളിക്കുക. ഉറക്കെ കൈയടിക്കുക. ഉച്ചത്തിൽ കൈകൾ കളിക്കുക. ഇനി ഉച്ചത്തിൽ അവൻ കേക്ക് മാറ്, അവൻ സക്കീറ് മാറ്. കർത്താവേ, അങ്ങയുടെ കരം ഈ മണ്ഡപത്തിൽ പതിക്കണമേ കർത്താവേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് എന്റെ മാറോട്ടണമേ. തിരുമേനി, നിങ്ങളിവിടെ കർമ്മം നടത്താൻ വന്നാണോ അതോ കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്താൻ വന്നാണോ? അയ്യോ സോറി, ഇന്നലെ ശാലോം ടിവി കണ്ട് ഉറങ്ങിപ്പോയതാ, അതിന്റെ ഹാങ് ഓവറാ. അത് മാത്രമല്ല, ഇന്ന് എന്റെ മോളുടെ കല്യാണ ചടങ്ങ് അവിടെ നടത്തേണ്ടത്, അല്ലാതെ ആരുടെയും 16 അടിയന്തരല്ല. വരുന്ന വഴിക്ക് ഒരു അടിയന്തരം കൂടെ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ആയപ്പോ കൈവിട്ടു പോയതാ. സാരമില്ല, ഇനി നമുക്കെല്ലാം കൂടി പേത്താൻ കിച്ചൻ തുടങ്ങാം. എന്നാന്ന്? ഒന്നെന്ന് തുടങ്ങാന്ന്. പൂജക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? പൂച്ചയ്ക്ക് 2 ഉണക്കമീൻ മേടിച്ചിട്ടുണ്ട്, അത് മതിയാവില്ലേ? പൂച്ചക്കല്ല, പൂജക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോന്ന്. പിന്നെ അതൊക്കെ റെഡിയാണ്. കദളി? അയ്യോ, കഥകളി മാത്രമല്ല തിരുമേനി, ഓട്ടംതുള്ളൽ ഏൽപ്പിച്ചിട്ടുണ്ട് റിസപ്ഷന്. എടോ, കദളിപ്പഴത്തിന്റെ കാര്യമാ പറഞ്ഞത്. അതാണോ? അത് 2 കോലയിരിപ്പുണ്ട്. മലര്? അയ്യോ, ഒരുപാട് അന്വേഷിച്ചു തിരുമേനി, പക്ഷെ കിട്ടിയില്ല. ഒന്നാമത് ഈ പ്രേമം സിനിമ ഇറങ്ങിയതിനു ശേഷം ആ കുട്ടിക്ക് ഭയങ്കര തിരക്കാന്നേ. ആ മലരല്ല, ഈ മലര്. പിന്നെ ഏത് മലര്? എടോ, അവരും മലരും. ആ, അവര് മലർന്നാ ഞാനും മലരാ. എടോ, പൂജക്കുള്ള അവലിന്റെയും മലരിന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അതൊക്കെ എപ്പോഴാ റെഡിയാണ് എന്റെ തിരുമേനി. എന്നാ നമുക്ക് പ്രധാനമന്ത്രത്തിലേക്ക് കിടക്കാം. അയ്യോ, പ്രധാനമന്ത്രിയുടെ കൂടെ ഒക്കെ കിടക്കാൻ അവര് സമ്മതിക്കൂ? ഓ, ലോക തോൽവി. തിരുമേനി എന്തെങ്കിലും പറഞ്ഞോ ആവോ? ഹേയ്, ഒന്നുമില്ല, ഞാൻ മന്ത്രങ്ങൾ ഉരുവിടാൻ പോവുകയാണ്. അല്ല, മന്ത്രം ചൊല്ലാൻ എന്തിനാ ഈ മൊബൈൽ എടുക്കണേ? ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഈ മന്ത്രങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും ഞാൻ ഈ മൊബൈലിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോ സമയത്ത് പ്ലേ ചെയ്തിട്ട് വെറുതെ ചുണ്ടനക്കി കൊടുത്താൽ മതിയല്ലോ.
ബാധ കയറിയ ഇങ്ങനെ കിടന്ന് തുള്ളാൻ? മുക്കല മുക്കാപ്പില്ല ഒയ്യ 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 മുക്കല മുക്കാപ്പില്ല. തിരുമേനി നിങ്ങൾ എന്തോന്നായി കിടന്ന് കാണിക്കുന്നേ? അയ്യോ ക്ഷമിക്ക്, മന്ത്രത്തിനിടയ്ക്ക് മുക്കാലെ വന്നുപോയി, അങ്ങനെ പറ്റിയതാ. തിരുമേനി ചെറുക്കനെ കൂട്ടിലെത്തി. എടി നീ പോയി അകത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, അവർക്ക് എത്തിയെന്ന്. ഓ ശരി ശരി ശരി. ആ വരൂ 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 വരൂ, കൃത്യസമയത്ത് തന്നെ എത്തി. അല്ല വരുന്ന വഴിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഏയ് ഞങ്ങൾ ഇന്നലെ പുറപ്പെട്ടു. നമ്മുടെ നാട്ടിലെ റോഡല്ലേ, ഈ കുണ്ടും കുഴിയൊക്കെ താണ്ട് ഇവിടെ എത്തണ്ടേ? ആ പറഞ്ഞ ശരിയാ, അതൊക്കെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ റോഡുകൾ കാണണം, പാവിരിച്ച് കിടക്കാൻ തോന്നും. അപ്പൊ നമ്മുടെ നാട്ടിലെ റോഡുകളോ? അതേ പായിൽ പൊതിഞ്ഞെടുക്കാം. പരിചയപ്പെടുത്താൻ മറന്നു, ഇതാണ് കല്യാണ ചടങ്ങ് നടത്താൻ വന്ന ശാന്തി. നമസ്കാരം, ഞാൻ ചെറുക്കന്റെ അച്ഛനാ. എന്നാര് പറഞ്ഞു? അവന്റെ അമ്മ പറഞ്ഞു. ഓഹോ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഇതാണ് ചെറുക്കൻ. പിന്നെ ഒന്നും അറിയത്തില്ല, വലിയ നാണക്കാരനാ. അപ്പൊ തിരുമേനി വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ. ആ കാര്യം ഞാൻ ഏറ്റു. എന്തോ നാടാ ഇത്? റൂളിപ്പൻസിന്റെ മൊന പോലെ തലയെല്ലാം കൂർപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോടാ നീ. ഈശ്വരോ രക്ഷതു. ഇനി പെണ്ണിനെ വിളിക്കാം. നോക്കി നിൽക്കാതെ പോയി പെണ്ണിനെ തപ്പിക്കൊണ്ട് വാടി. അല്ല വിളിച്ചോണ്ട് വാടി. അമ്മോനെ ഇതാണ് നിന്റെ പെണ്ണ്. മതി 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 മതി. പെണ്ണും ചെക്കനും വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം പെണ്ണിന്റെ അച്ഛൻ താലിയെടുത്ത് ചെറുക്കന്റെ കയ്യിലേക്ക് കൊടുക്കുക. അല്ല തിരുമേനി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചെറുക്കനെ ഒന്നും അറിയത്തില്ല. അപ്പൊ തിരുമേനി വേണം താലി കെട്ടി കാണിച്ചു കൊടുക്കാൻ. അവൻ അതുപോലെ ചെയ്തോളൂ. അതിനെന്താ, ഞാൻ കാണിച്ചു കൊടുക്കാലോ. താലി കെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ചെറുക്കനും പെണ്ണും പരസ്പരം ഹാരം അണിയിക്കുക. എന്റെ തിരുമേനി, നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവനൊന്നും അറിയത്തില്ല, അവനെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന്. നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്ക. അത് ഞാൻ ചെയ്യണോ? ചെയ്യാം. കണ്ടുപഠിച്ചോ, ഇതുപോലെ ചെയ്തോണം. ചെറുക്കനും പെണ്ണും പരസ്പരം കൈപിടിച്ച് മണ്ഡപത്തിന് ചുറ്റും വലം വെക്കുക. എടാ മണ്ടകുണാപ്പി പൊട്ട, നിന്റെ ചെവിച്ചാത്തന്തന കുരുവ. നിന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞ അവനെ ഒന്നും അറിയത്തില്ല, അവനെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന്. കാണിച്ചു കൊടു. എങ്കിൽ പിന്നെ വാ കൊച്ച ഇവിടെ. ഓയ്യോ, അങ്ങനെ എല്ലാം മംഗളമായി നടന്നു. ഇനി ചെറുക്കൻ പെണ്ണിന്റെ കൈ പിടിച്ച് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങണം. അതിനെന്താ, വാ പെണ്ണെ ഇങ്ങോട്ട്. അയ്യോ മനുഷ്യ, പൂജാരി നമ്മുടെ മോളെ വിളിച്ചോണ്ട് പോണു. തിരുമേനി, എന്റെ മോളെയും വിളിച്ചോണ്ട് നിങ്ങളിത് കേട്ടാ പോന്നെ? എന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? എന്തിന്? എടാ, ഇവിടെ താലി കെട്ടി ഹാരമണിയിച്ച് ഈ മണ്ഡപത്തിന് വലം വെക്കാമെങ്കിലേ അന്തസ്സായിട്ട് പോറ്റാനും എനിക്കറിയാം. നീ വാടി വെച്ചേ ഇങ്ങോട്ട്. മാമാ അയ്യോ പാവ ആൽഫി. ആൽഫിക്ക് പെണ്ണും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല അല്ലേ? എവിടെയായിരുന്നു കുറെ ദിവസം കണ്ടിട്ട്? വീട്ടിലായിരുന്നോ? സുഖാണോ? ആണോ? ആൽഫിക്ക്, നമ്മുടെ ആൽഫി കുഞ്ഞിന് ഒരു അനീത്തി വാവ ഉണ്ടായി അല്ലേ? അതിന്റെ ഒരു അതൊക്കെ എനിക്കെല്ലാം മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു ഈ കല്യാണ വീടും ഈ കല്യാണ ചെക്കനും അച്ഛനും അമ്മയൊക്കെ? ലിയോണോ പറഞ്ഞോ? സൂപ്പർ ആയിരുന്നു. ആ മൊത്തത്തിൽ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഈക്വലി ഗുഡ് ആയിരുന്നു. എല്ലാവരും നന്നായി മത്സരിച്ച് പെർഫോം ചെയ്തു. എസ്പെഷ്യലി ആ ലാസ്റ്റ് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഇതിലത്തെ കോമഡി നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മളിങ്ങനെ പണ്ടത്തെ സിനിമകൾ കണ്ട് ചിരിക്കില്ല, ജഗദീഷ് ചേട്ടനും ഇന്നസെന്റ് ചേട്ടനൊക്കെ കാണിക്കുമ്പോൾ ചിരിക്കുന്ന പോലെ അതേപോലെ ഞങ്ങള് ഇവിടെ ഇരുന്ന് മുക്കാല ഡാൻസ് ഐശ്വര്യ എന്തായിരുന്നു എനർജി. എല്ലാവർക്കും ഭയങ്കര എനർജിയും ഭയങ്കര പെർഫെക്ഷനും ഉണ്ടായിരുന്നു. നമ്മുടെ തിരുമേനിയാണ് കിടിലനായിരിക്കുന്നത് ഇതില്. കിടു അവൻ ചോദിക്കൂലേ മാമ, അതൊക്കെ കിടിലനായിരുന്നു. അൽത്താഫിന് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടോ? എല്ലാവരും അടിപൊളിയായി നന്നായി ചെയ്തിട്ടുണ്ട്. ലിപ്സിംഗ് കറക്റ്റ് ആയിരുന്നു. നമ്മുടെ കല്യാണ പെണ്ണായിട്ട് ദർശനയാണ് വന്നത്. ദർശന നല്ലൊരു ഡാൻസറും കൂടിയാണ് കേട്ടോ. അനഘ, ഈ അച്ഛൻകുട്ടി എല്ലാത്തിലും ഉണ്ടല്ലോ, എല്ലാ സ്കിറ്റിലും ഉണ്ടല്ലോ. ആക്റ്റീവ് അച്ഛൻ. അച്ഛൻ കാശിറാം. അതെ, കാശിറാം ഇല്ലാതെ എന്ത് ആഘോഷം. ആക്റ്റീവ് ആണല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഐശ്വര്യ കുട്ടി നല്ല എനർജി ഉണ്ടായിരുന്നു, സൂപ്പർ ആയിട്ട് കളിച്ചു. അതുപോലെ തിരുമേനി, ഈ കുഞ്ഞു ശരീരത്തിൽ ഇത്രയധികം എക്സ്പ്രഷൻസ് ഇടാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ ഇടാൻ പറ്റും. സൂപ്പർ
സൂപ്പർ. അപ്പോ എല്ലാവരും സൂപ്പർ ആയിട്ട് ചെയ്തു എന്നാണ് അവരുടെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡബ് സ്മാഷ്. ഈ ഡബ് സ്മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ മൂവീസ് എടുക്കുകയാണെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണാലിറ്റിയെ എവിടെയെങ്കിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൂവീസ് കുറേ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനത്തെ മൂവീസ് വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ലാലേട്ടൻ ഒരു സീനിൽ വന്ന് ഫുൾ കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു മൂവിയുണ്ട്. അതന്നെ സമ്മർ ഇൻ ബത്ലഹേമിലെ നിരഞ്ജനായി ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുമ്പോ നമ്മളെല്ലാവരും ഇങ്ങനെ ഇത് ലാലേട്ടനായിരുന്നു എന്ന് എല്ലാവരും ഒരു നിമിഷം അമ്പരന്നിട്ടുണ്ട് അല്ലേ? ആ സീനാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീനായിരുന്നു അത്. ഇവര് അത്ര തന്നെ മനോഹരമായിട്ട് ചെയ്യുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവരുടെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. Relax, honey. Control yourself. നീ അയാളെ കരയിക്കാനല്ല വന്നത്. ഇവളുടെ എഴുത്തുകളിൽ ഒരു പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു നിങ്ങളുടെ. വെറുതെ പകൽക്കിനാവുകൾ കാണുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഫാമും എന്റെ മനസ്സിൽ വരാറുണ്ട്. ഭാവനയിൽ ഒരു ബദൽഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിനാൽ ആ സങ്കല്പം തകരില്ല. അഭിരാമി, വരേണ്ടിയിരുന്നില്ല. ഈ കണ്ണീര് എന്നെ പലതും ഓർമ്മപ്പെടുത്തും. ജീവിതം അവസാനിക്കുകയാണ് എന്നുള്ള സത്യം. തൂക്കുമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ കുറ്റവാളിയെയും പോലെ എന്റെ മനസ്സും പിടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുമുണ്ട്. പക്ഷെ ഞാൻ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ്. തോൽപ്പിക്കല്ലേ എന്നെ. നിരഞ്ജൻ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. ഒരിക്കൽ നിരഞ്ജനെ കാണാൻ ഇതെന്റെ കഴുത്തിൽ നിരഞ്ജന്റെ കൈകൊണ്ട് കെട്ടിക്കാൻ. ജീവിക്കുന്നെങ്കിൽ അത് നിരഞ്ജന്റെ വിധവയായിട്ട്, മരിക്കുന്നെങ്കിലും അങ്ങനെ. ഇത് വാങ്ങിക്കും നിരഞ്ജൻ. അഭിരാമി ജീവിക്കണം. ഒരുപാട് കാലം ജീവിച്ചു വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. പക്ഷേ നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാകരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ബാക്കിയുണ്ടാവരുത്. ഞാൻ എന്നും നിരഞ്ജനെ സ്നേഹിക്കും. നിരഞ്ജനെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ. അഭിരാമി നല്ല കുട്ടിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനും. രണ്ടുപേരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം. പാപമെന്ന വാക്ക് കേട്ടാൽ എനിക്ക് പുച്ഛമായിരുന്നു. ഉടയാളൻ അടിമയെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദം. പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു ആ വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ചോരമണവും. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിൽ എന്തുമാവാം. ചോരപ്പുഴകൾ, കബന്ധങ്ങൾ, രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ വിശ്വാസ പ്രമാണങ്ങൾ. തെറ്റാണത്. അറിയാൻ വൈകിപ്പോയി. 1000 തൊഴിലാളി കുടുംബങ്ങളെ മുഴുപട്ടിണിയിലേക്ക് വലിച്ചെറിഞ്ഞവനായിരുന്നു ബ്രജേഷ് മല്ലയ്യ എന്ന ഇൻഡസ്ട്രിയലിസ്റ്റ്. അയാളുടെ ബലത്തിന്, അയാളുടെ പണം കൊണ്ട് അയാൾ നിർമ്മിച്ച ഗവൺമെന്റും കൊല്ലാൻ തീരുമാനിച്ചു. ഞാനാണ് കാത്തിരുന്നത് ബോംബുമായി. കാറിൽ മല്ലയ്യ മാത്രമേ ഉണ്ടാവൂ എന്ന എന്റെ കണക്കൂട്ടലുകൾ തെറ്റി. അയാളുടെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, കൂടെ വൃദ്ധയായ അയാളുടെ അമ്മ, പിന്നെ നിരപരാധിയായ അയാളുടെ ഡ്രൈവറും. പക്ഷെ ഒന്നും എന്നെ തടഞ്ഞില്ല. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു, എന്തോ തിരയുന്ന പോലെ. എന്ത് നേടി? ഏത് ലക്ഷ്യത്തിലെത്തി? ബ്രജേഷ് മല്ലയ്യയ്ക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു.
വ്യവസ്ഥിതി മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു. ആത്മാവ് ശരീരമെന്ന ഈ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ കൂടും വിട്ട് യാത്രയാകുന്ന നാളും കാത്തിരിക്കുന്ന എന്നെ വീണ്ടും ഒരു പാപത്തിലേക്ക് തള്ളിവിടാൻ അഭിരാമി നീ കാരണമാവരുത്. നിന്റെ ജീവിതം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഏക കുറ്റത്തിന് നീ പാഴാക്കി കളയാൻ തീരുമാനിച്ചാൽ അതിനെന്റെ തെറ്റാകും. ഞാൻ ചെയ്യുന്ന മറ്റൊരു പാപം. അരുതഭിരാമി, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ ഞാൻ നിന്നെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ ഇനി എനിക്കൊരു ജീവിതമില്ല. ബാക്കിയാവുന്നത് എന്റെ ആത്മാവ് മാത്രമാണ്. പാപബോധവും വൃത്തസ്വപ്നങ്ങളും പേറി അലയാൻ വേണ്ടി വിധിക്കപ്പെട്ടത് എന്റെ ആത്മാവ്. അതിന് മോക്ഷം കിട്ടാൻ ഡെന്നിസ്, നിങ്ങൾക്ക് അഭിരാമിയിൽ പിറക്കുന്ന മകനെ കൊണ്ട് എനിക്ക് ബലിയിടണം. അഭിരാമിയും ഡെന്നിസും നിങ്ങളൊന്നാവണം. ഒരുപാട് വർഷം തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം. ഇല്ല, നടക്കില്ല. ഞാൻ ആരെ സ്നേഹിക്കില്ല. എനിക്കതിന് കഴിയില്ല. അഭിരാമി, ഇല്ല നിരഞ്ജൻ, പ്ലീസ്. ആമിയോട് നിങ്ങളത് പറയാം. എനിക്ക് മാത്രമേ അഭിരാമിയോടത് പറയാൻ കഴിയൂ. തൂക്കുമരത്തിലേക്ക് പോകുന്നവനോട് അന്ത്യാഭിലാഷം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇവിടെ ഞാനാണ് ഒരു വര യാചിക്കുന്നത്. സാധിച്ചു തരേണ്ടത് നിങ്ങളും. ഡെന്നിസ്, ഈ താലി ഞാൻ സാക്ഷിയായി, എന്നിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായി അഭിരാമിയുടെ കഴുത്തി കിട്ടു. ഇല്ല, ഇല്ല, അരുത് നിരഞ്ജൻ. അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. ആ താലി എന്റെ കഴുത്തിന് കെട്ടാൻ നിരഞ്ജന് വയ്യെങ്കിൽ വേണ്ട. പക്ഷെ മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. ഇത് മാത്രമല്ലേ ഞാൻ ഈ ജന്മത്തിൽ നിന്നോട് ആവശ്യപ്പെടുന്നു. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സർ, പ്ലീസ്. ഡെന്നിസ്, മരണത്തിന് മുമ്പ് ജീവിതത്തിൽ ഇത്ര നാളും കണ്ടതിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഞാനൊന്ന് കാണട്ടെ. സുമംഗലിയായ അഭിരാമി തൂക്കുകയറിന് മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ചിത്രം കാണണം മനസ്സിൽ. അഭിരാമിയും ഡെന്നിസും സങ്കല്പത്തിൽ ഞാൻ സൃഷ്ടിച്ച ബത്ലഹേമും. ഡെന്നിസ്, പ്ലീസ് ഡെന്നിസ്. ഞാനത് അനുവദിക്കില്ല. നിരഞ്ജനില്ലാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട ഒരു ജീവിതം. നോക്ക് അഭിരാമി, അഭിരാമികൾ ത്യാഗം ചെയ്യാൻ പോകുന്നു. ആരുടെ മനസ്സുഖത്തിനായി? എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ വേദന കൂടെ ഞാൻ അനുഭവിക്കേണ്ടി വരും. നിനക്ക് നിരഞ്ജനെ ഇഷ്ടമാണെങ്കിൽ, നിരഞ്ജനെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ അഭിരാമി ഇപ്പൊ എന്നെ അനുസരിക്കാണ് വേണ്ടത്. മിസ്റ്റർ നിരഞ്ജൻ, സോറി സർ, ഡെന്നിസ്, ഫോർ ഗോഡ്സ് സേക്ക് പ്ലീസ്. ഹൗ ക്യാൻ ഐ? ഡെന്നിസ്, ഐ ബെഗ് യു, പ്ലീസ്, പ്ലീസ്. ഡെന്നിസ്, പ്ലീസ്. ചെയ്യാൻ കഴിയും നിരഞ്ജൻ. ആമി എന്നോട് പൊറുക്കട്ടെ. ഇല്ല ഡെന്നിസ്, ഐ നോ ഹർ. എല്ലാം മറന്ന് അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ല. തൊടാതെ ഞാൻ തൊട്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കില്ല. ഞാൻ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞ് എല്ലാം മറഞ്ഞു പോകും. എനിക്ക് ഈ ചിത്രം മതി. ഈ ചിത്രം. ഗുഡ് ലക്ക് മൈ ഫ്രണ്ട്സ്. ഗുഡ് ലക്ക്. എന്താ പറയാനുള്ള, ഒന്നും
ഒന്നും പറയാനില്ല, അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും മറക്കാത്തൊരു സീനാണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിൽ വന്ന് ലാലേട്ടൻ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു സിനിമയായിരുന്നു. ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് അതേ ഫീൽ തന്നെ കിട്ടി. അനഘയ്ക്കോ? സെയിം ഫീലായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും ചിരിപ്പിക്കാനാണ് മിടുക്കന്മാരെന്നാണ്, പക്ഷെ കരയിക്കാനും മിടുക്കന്മാർ തന്നെയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയാൻ തോന്നുന്നുള്ളൂ, കാരണം അത്രയ്ക്ക് കലക്കിയിട്ടുണ്ട്. ആ, വെരി ഗുഡ്. ശരി, വെരി ട്രൂ. എന്നുവെച്ചാൽ ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും ആ സീൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ലാലേട്ടന്റെ എൻട്രിയും അത് അന്ന് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അതൊരു സസ്പെൻസ് ഫാക്ടർ ആയിരുന്നു. അത് ലാലേട്ടനാണ് ആ ക്യാരക്ടർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഗൂസ് ബംസും പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ വിഷമവും എല്ലാം കൂടിയുള്ളൊരു മിക്സ്ഡ് ഫീലിംഗ് ആണ്, ഇമോഷനാണ് ആ ഒരു പ്രത്യേക സീനിൽ. ആ സെയിം സംഭവം എനിക്ക് ഇവിടെ കിട്ടി. ഞാൻ പെട്ടെന്നൊന്ന് ഡൗൺ ആയിപ്പോയി അത് കണ്ടപ്പോൾ. പക്ഷെ ഐ തിങ്ക് അത് ഇവരുടെ ഒരു കഴിവ് തന്നെയാണ്. ലക്ഷ്മിയും അതുപോലെ കാശിയും ദർശിത്തും എല്ലാവരും വളരെ മനോഹരമായി അഭിനയിച്ചു, പെർഫോം ചെയ്യും. അൽതാഫ് പറയൂ. ഈ പ്രായത്തില് ഇതുപോലുള്ള ഇമോഷൻ സീൻസ് ഒക്കെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവരത് നന്നായി ചെയ്തു, അതേ ഫീൽ തന്നെ കിട്ടും. അപ്പൊ സിനിമ കണ്ട അതേ ഫീൽ തന്നെ കിട്ടി. അതാണ് ഇവരുടെ വിജയം. ഓ, അപ്പൊ എന്തായാലും നിങ്ങളുടെ സീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, മനോഹരമായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ നമ്മൾ കുറെ നേരം ഡബ് സ്മാഷും സ്കിറ്റൊക്കെ കണ്ടിട്ട് ഇനി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കാണാനുള്ള ടൈം ആയിരിക്കാന്ന് എന്റെ മനസ്സ് പറയുന്നു. സ്പെഷ്യൽ പെർഫോമൻസ്, ഡാൻസ് വേണോ പാട്ട് വേണോ, എന്ത് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഡാൻസ് ആണ് ഇഷ്ടം. അതൊരു മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ആയാൽ എങ്ങനെ ഉണ്ടാവും? കിഡു ആവും. അതെ, ഇവരുടെ മൂവി പോലെ തന്നെ കിഡു ആയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസുമായിട്ട് ഒരു കിഡു പയ്യൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. You know you want me.
Get the point? Good. Let's dance. ജിഷ്ണു മൈക്കിൾ ജാക്സൺ ആയിട്ട് തകർത്തോ? തൊപ്പി ഒന്ന് മാറ്റിക്കേ നോക്കട്ടെ, ഞങ്ങൾ ആ മുഖം ഒന്ന് കാണട്ടെ. ആഹാ, ലിയോണ മൈക്കിൾ ജാക്സന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്ത് തോന്നി? നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും മൈക്കിൾ ജാക്സൺ എന്ന പോപ്പ് സ്റ്റാറിനെ ഇപ്പോഴത്തെ ജനറേഷനും ഈവൻ ജനറേഷനും ഇപ്പോഴും അവർ ഫോളോ ചെയ്യണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മൈക്കിൾ ജാക്സൺ മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ എല്ലാവരും ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. പെട്ടെന്ന് കേട്ടിട്ട് അയ്യോ, എനിക്ക് അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ടിപ്പിക്കൽ മൈക്കിൾ ജാക്സൺ അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അൽത്താഫ് ആ തൊപ്പി കിട്ടിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങ് സഹിക്കുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിക്കണം എന്ന് എന്റെ മനസ്സിങ്ങനെ പറയാണ്. പാട്ട് വെറുതെ 2 സ്റ്റെപ്പ് ഇടുന്നല്ലാണ്ട് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. ഇങ്ങനെ കളിക്കണ്ട, മൈക്കിൾ ജാക്സന്റെ അൽത്താഫ് വേർഷൻ കണ്ടാലും മതി. നന്നാവും, അതാണ് ഞങ്ങക്ക് പറയാനുള്ളത്. എന്നൊരു കാര്യം ചെയ്യാം, അനഘ വന്നപ്പോ മുതൽ അവിടെ മിണ്ടാതിരിക്കാൻ. അനഘ ഒന്ന് സ്റ്റേജിലേക്ക് വന്നേ നോക്കട്ടെ, ആ ഉടുപ്പൊക്കെ എല്ലാരും ഒന്ന് കാണട്ടെ. നമുക്ക് ഈ മൈക്കിൾ ജാക്സൺ ഇതേ സോങ് തന്നെ ഒന്ന് ഇട്ടുകൊടുത്താൽ അനഘ എങ്ങനെയായിരിക്കും കളിക്കുക എന്നാണ് എനിക്ക്. ഹായ്, നല്ല ചേർച്ചയുണ്ടല്ലേ. അപ്പം മോൻ കുറച്ച് സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കണം കേട്ടോ ആ പാട്ടിടുമ്പോ. കോട്ടിങ് അന്നേരം ജിഷ്ണു വാ മതി. ആ ചേച്ചി മോൻ പഠിപ്പിച്ച് ഒന്നും കളിച്ചില്ല. ആ ചേച്ചി വേറെ എന്തൊക്കെയോ കളിച്ചു. പക്ഷെ എന്നാലും പറഞ്ഞപ്പോ നല്ല മിടുക്കത്തിയായിട്ട് കളിച്ചതിന് നമ്മളെല്ലാവരും ഇത് ക്ലാപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ എന്തായാലും അനഘയുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അനഘയുടെ പെർഫോമൻസ് കണ്ടിട്ട് ലിയോണ പറയും നമുക്ക് പോയാലോ എന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ വന്നോളൂ, നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഒരുമിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് തീരെയാണ്. അപ്പൊ മോനെ മിടുക്കനായിട്ട് കളിച്ചു കേട്ടോ, നല്ല ഭംഗിയായിട്ട് കളിച്ചു. ഇനിയും നല്ല നല്ല പെർഫോമൻസ് ആയിട്ട് വരണം. ഓക്കെ, ടാറ്റാ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ നിങ്ങളുടെ 2 ദിവസത്തെ ഒരു ആഘോഷം അല്ലെങ്കിൽ നിങ്ങളുടെ 2 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്താണ് കിഡു മൂവിനെ കുറിച്ചിട്ട് പറയൂ. കിഡു ഞാൻ ആദ്യം വന്നപ്പോൾ പറഞ്ഞില്ലേ, അതൊരു ക്യൂട്ട് ഒരു സ്റ്റോറി ആയിരിക്കും. പക്ഷേ ഇൻ ദ ബിഗിനിങ് ക്യൂട്ടാണ്, പക്ഷേ കുറേ സസ്പെൻസ് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ത്രില്ലിംഗ് ആണ്. ഈ സ്കൂൾ ഡേയ്സിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, ഹൗ ഇറ്റ് എഫക്ട്സ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതിനെ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സെക്കൻഡ് ഹാഫ് ആവുമ്പോഴേക്കും കുറച്ച് സീരിയസ് ആയിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും. അതിൽ കുട്ടി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള റൊമാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. വേണോ ഫൈറ്റ് ചെയ്യുന്നത്? ഇപ്പം ഭയങ്കര കോമഡിയാ. അതോ, എന്നാ കുഴപ്പമില്ല. അനഘ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഓഡീഷൻ ആയാലും ഒന്നിനും പോയിട്ടൊന്നുമില്ല. ക്യാമറ ഒക്കെ ഫേസ് ചെയ്യണത് ആദ്യമായിട്ടായിരുന്നു. അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഫ്രണ്ട്ലി, നമ്മുടെ പ്രായക്കാരാണ്, നമ്മുടെ കൂട്ടുകാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം അതെ അടിച്ചു പൊളിച്ച് ചെയ്തു. അൽത്താഫ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇതിൽ എക്സ്പീരിയൻസ് പറയൂ. ഇതിൽ ഞാൻ മാത്രല്ല. എത്രാമത്തെ സിനിമ ഇത്? 5ാമത്തെ സിനിമയാണ്. അപ്പൊ എന്തായാലും കിഡു ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവര് കിഡു ആയിട്ട് നമ്മൾ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം എല്ലാത്തിനും ആടാനും പാടാനും ഒക്കെ നിന്നു. അവരുടെ മൂവി വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററുകളിൽ ഓടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആശംസിക്കാം. ഇനിയും വരണം കേട്ടോ ഗസ്റ്റ് ആയിട്ട്. പേടിച്ചു പോവില്ലല്ലോ, വരില്ലേ ഇനി വിളിച്ച?
അടുത്ത സിനിമയുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഒരു ടേക്ക് കെയർ, ബൈ ഒക്കെ പറഞ്ഞോളൂ. ബൈ ഫ്രം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്.